വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം കമ്പ്യൂട്ടർ എന്താണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും നമുക്കറിയാം. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ അവർ ഡെയിലി ലൈഫ്, അല്ലേ? അതായത് കമ്പ്യൂട്ടർ എന്നാൽ ഒരു ഇലക്ട്രോണിക് മെഷീനാണ്. നമ്മുടെ ഡെയിലി ലൈഫിന് ഏറ്റവും ആവശ്യമായ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. നമുക്ക് കണക്ക് കൂട്ടുന്നതിനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൻ്റെ സഹായം ഉപയോഗിക്കാം. കണക്കുകൾ കൂട്ടാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ടും ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും കാൽക്കുലേഷൻസ് നടത്താൻ കമ്പയർ ചെയ്യാൻ അങ്ങനെ ഏതൊരു മേഖലയിലെടുത്താലും ഏതൊരു ഫീൽഡിലെടുത്താലും ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും സാധ്യമല്ല. മെഡിക്കൽ ഫീൽഡാകട്ടെ, ബിസിനസ് ആകട്ടെ, എഡ്യൂക്കേഷൻ ആകട്ടെ, ഇന്നത്തെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഐ ടി ഇല്ലായിരുന്നെങ്കിൽ നമുക്കിതുപോലെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ സാധിക്കില്ലായിരുന്നു. സോ ദ IT, അതർവൈസ് ദ കമ്പ്യൂട്ടർ ഹാസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ മോഡേൺ ലൈഫിൽ കമ്പ്യൂട്ടറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ആ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാനായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചാൻസ് കിട്ടിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. നമ്മുടെ സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഥവാ CA എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ടായിട്ട് പറയുക. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് ഫോമാണ് CA. ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു. സോ നമുക്കതിൽ വിഷമിക്കേണ്ട, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പം നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ വേറൊരു പേരാണ് CA. അപ്പോൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ അന്ന് പ്രൊമോ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്കിലും ഒന്നും കൂടെ പറയുവാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എങ്ങനെയെങ്കിൽ നമ്മൾ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പറയാം. കമ്പ്യൂട്ടർ എന്താണ്? അതായത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായൊരു യൂണിറ്റാണ് കേട്ടോ. യൂണിറ്റിൻ്റെ പേരാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല, കുറച്ച് പോയിന്റുകൾ മാത്രം നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ മറ്റോ ഉണ്ടെങ്കിൽ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടർ എന്താണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കമ്പ്യൂട്ടർ? ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അവർ ഡെയിലി ലൈഫ് പർപ്പസ്. ഓക്കെ, സിമ്പിൾ ഡെഫിനിഷൻ. നമ്മുടെ ഡെയിലി ലൈഫ് പർപ്പസിന്, ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഓൾവേസ് നമ്മൾ കേൾക്കുന്ന 2 ടേംസാണ് ഡാറ്റ ആസ് വെൽ ആസ് ഇൻഫർമേഷൻ. ഡാറ്റയും ഇൻഫർമേഷനും നമ്മൾ എപ്പോഴും കേൾക്കുന്ന വേർഡുകളാണ്, അല്ലേ? വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ? ഡാറ്റയും ഇൻഫർമേഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടല്ലോ? അതോ രണ്ടും ഒന്നാണോ? നിങ്ങൾക്ക് പല ആൻസേഴ്സ് വരും. ചിലർ പറയും യെസ് രണ്ടും ഒന്നാണ്, ചിലർ പറയും അല്ല രണ്ടും വെവ്വേറെയാണെന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ഡാറ്റയും ഇൻഫർമേഷനും ഒന്നാണോ? വാട്ട് ഈസ് ഡാറ്റ ആൻഡ് വാട്ട് ഈസ് ഇൻഫർമേഷൻ നോക്കാം നമുക്ക്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, ഡാറ്റയും ഇൻഫർമേഷനും രണ്ടാണ്. ഡാറ്റ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഇൻഫർമേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം അത്. ഹിയർ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഡാറ്റ. ഡാറ്റയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ഡയഗ്രാം നോക്കൂ. ഒരു ടീച്ചറുടെ ഡയറിയാണ് ഈ കാണുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒരു പേരുകൾ കാണാം. സം നമ്പേഴ്സ് ക്യാൻ ബി സീൻ, അല്ലേ? ഒരു പേരെന്തോ അനിത, സംതിങ് ലൈക്ക് ദാറ്റ്. ദെൻ വി ക്യാൻ സീ സെവറൽ നമ്പേഴ്സ്. മേ ബി എന്തായിരിക്കാം ഈ നമ്പേഴ്സ്? എന്തായിരിക്കാം? ഒന്നല്ലെങ്കിൽ ആ കുട്ടിക്ക് ഓരോ മന്തിലും നടത്തിയ എക്സാംസിന് കിട്ടിയ മാർക്കായിരിക്കാം. അതർവൈസ് ആ കുട്ടിയുടെ അറ്റൻഡൻസ് ആയിരിക്കാം. ഓക്കെ, അറ്റൻഡൻസ് ആയിരിക്കാം. എന്താണ് ഈ നമ്പറിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടോ? നെവർ. ജസ്റ്റ് ഒരു പേര്. ഇപ്പോൾ ഈ ടീച്ചറുടെ ഡയറിയിൽ എന്താണ് എഴുതിക്കുന്നത്? കുറച്ച് കുട്ടികളുടെ പേര് എഴുതിക്കുന്നു. ദെൻ സം നമ്പേഴ്സ് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നു, അല്ലേ? ഇതെന്താണെന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടുന്നില്ല. ദാറ്റ് ഈസ് ഡാറ്റ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എഴുതിക്കുന്നത് ഒരു പേരുണ്ട്, കുറേ നമ്പേഴ്സ് ഉണ്ട്. വി നെവർ ഗെറ്റ് എ ക്ലിയർ ഐഡിയ, നെവർ ഗെറ്റ് എ മീനിങ് ഐഡിയ. ദാറ്റ് ഈസ് ഡാറ്റ. ഡാറ്റ മീൻസ് raw facts and figures. That's very important. Data definition പറയുമ്പോൾ നോക്കണം. Data means some facts and some figures.
ഓക്കെ, കുറച്ച് ഫാക്റ്റുകളും കുറച്ച് ഫിഗേഴ്സിൻ്റെയും ഒരു കളക്ഷനാണ് എന്ത് പറയുക, ഡാറ്റ എന്ന് പറയുക. അതിനകത്ത് നമ്പേഴ്സ് ഉൾപ്പെടുത്താം, വേർഡുകൾ വരാം, സംതിങ് വേർഡ്സ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ടുകൾ വരാം, ക്വാണ്ടിറ്റീസ് വരാം. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് പറയുക, ഡാറ്റ മീൻസ്. സോ ഡാറ്റയുടെ ഡെഫിനേഷൻ, ഇറ്റ്സ് എ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് such as numbers, words, amount, quantity. ഇത്തരം കാര്യങ്ങളെയാണ് എന്ത് പറയുക, ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ ഡിനോട്ട്സ് facts and figures that includes numbers, quantities, amount, word, etc. ഇത് നോക്കൂ, ഇത് ഡാറ്റയാണ്. ഇവിടെ വേർഡുകളുണ്ട്, നമ്പേഴ്സ് ഉണ്ട്. സോ വട്ട് യു മീൻ ബൈ ഡാറ്റ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒറ്റ സിംഗിൾ വേർഡിൽ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. It is a raw facts and figures. It includes numbers, words, amount, quantity. ഡാറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡാറ്റ ഹാസ് നോ മീനിങ്. നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിലൊരു മീനിങ് ഇല്ല. ഒരു പേരുണ്ട്, കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇറ്റ് ഹാസ് നോ മീനിങ്. ഓക്കെ, ഇനി ഈ ഡാറ്റയിൽ നമ്മൾ ചില ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാൽ വി ഗോട്ട് ഇൻഫോർമേഷൻ. വി ക്യാൻ പ്രോസസ് ഓർ മാനിപ്പുലേറ്റ് ദ ഡാറ്റ. ഈ പ്രോസസ്സ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റയുടെ മേലെ ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ഡാറ്റയിൽ ചില സംതിങ് ഓപ്പറേഷൻ, ഇതൊക്കെ ഓപ്പറേഷൻസ് ആണെന്നൊക്കെ നമുക്ക് കാണും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് ഡാറ്റയിൽ നമ്മൾ പെർഫോം ചെയ്യാമെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഡാറ്റയിൽ നമ്മൾ ചില ഓപ്പറേഷൻസ് നടത്തുന്നു. അതിന് പറയുന്ന പേരാണിത് പ്രോസസ്സ് ചെയ്യുക. ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുക. വി ആർ പെർഫോമിങ് data processing or data manipulation, then we got information. സോ മനസ്സിലാക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്കൊരു ക്ലിയർ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. ഒരു പേരും കുറേ നമ്പറുകളും ഒക്കെ ഒരു ടീച്ചർ എഴുതി വെച്ചു. ആ നമ്പർ മേ ബി ഡേറ്റ്, ആ കുട്ടിയുടെ അറ്റൻഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിയെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഐഡിയ കിട്ടുന്നില്ല. സോ ഡാറ്റ ഹാസ് നോ മീനിങ്. എന്നാൽ ഈ ഡാറ്റയിൽ നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് ഡാറ്റ ഒരു മീനിങ് ഫുൾ വേയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡാറ്റ ഒന്ന് വൃത്തിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്പറേഷൻ ഡാറ്റയുടെ മേൽ നടത്തുക ചെയ്യുന്നത്. സോ വി ഗോട്ട് ഇൻഫോർമേഷൻ. നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഹിയർ ഞാൻ നേരത്തെ എഴുതിയ ഡാറ്റയിൽ ഞാൻ ചെറിയൊരു അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തി. നോക്കൂ, ആ ഡാറ്റയിൽ ഞാൻ ചില ലേബിൾസ് ഒക്കെ കൊടുത്തു. റോൾ നമ്പർ, നെയിം, സ്കോഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ലേബലുകളൊക്കെ കൊടുത്തു. സോ പ്രീവിയസ് സ്ലൈഡിലെ ഡാറ്റയെ ഐ ആം ഡൂയിങ് സം അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, സോ വി ഗോട്ട് എ മീനിങ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ടീച്ചറുടെ ഡയറി ഇങ്ങനെ ആക്കിയപ്പോൾ എന്തായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരു കുട്ടിയുടെ ടീച്ചറുടെ സ്റ്റുഡൻസിൻ്റെ മാർക്കായിരുന്നു ആ ടീച്ചർ അവിടെ എഴുതി വെച്ചിരുന്നത്. പ്രീവിയസിലായിരുന്നു നോക്കൂ, ഈ നമ്പേഴ്സ് തന്നെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. 90, 90, 20, 90 സെയിം നമ്പേഴ്സ് തന്നെയായിരുന്നു. സെയിം നമ്പേഴ്സ് തന്നെയായിരുന്നു നമുക്കവിടെ ഉണ്ടായിരുന്നത്. ബട്ട് എന്തായിരുന്നു ഞാനിവിടെ ഇത് ചെയ്തത്, ഈ ഡാറ്റയെ വി ആർ അറേഞ്ചിങ് ഇൻ എ മീനിങ് വേ. സോ വി ഗോട്ട് ഇൻഫർമേഷൻ. ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻ എ മീനിങ് വേ, സോ വി ഗെറ്റ് ആൻ ഇൻഫർമേഷൻ. നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടി അല്ലേ. ഇങ്ങനൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനൊരു സ്കെനേരിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, ഒരു ടീച്ചർ ആ ടീച്ചറുടെ സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ എഴുതി കീപ്പ് ചെയ്തിരിക്കുന്നു. സോ വി ഗോട്ട് എ ക്ലിയർ ഐഡിയ, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ. നേരത്തെ ഡയറി പോലെയാണ് ആ ടീച്ചർ എഴുതി വെക്കുന്നതെങ്കിൽ ദർ ഇസ് എ ഡാറ്റ, ഇതിനൊരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടുന്നില്ല. ബട്ട് നമ്മൾ എന്താണ് ഇതുപോലെയാണ് എഴുതി വെക്കുന്നതെങ്കിൽ വി ഗോട്ട് ആൻ ഇൻഫർമേഷൻ. ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻ എ മീനിങ് വേ, സോ വി ഗെറ്റ് ഇൻഫർമേഷൻ. സോ വട്ട് യു മീൻ ബൈ ഇൻഫർമേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുന്നതാണ്, ഇറ്റ് ഈസ് എ മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ. ഇറ്റ് ഈസ് മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ. Information has meaning as well as it is a processed form of data. What do you mean by data എന്ന് ചോദിച്ചതാണ്, ഇറ്റ്സ് എ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ചോദിക്കാറുണ്ട് കേട്ടോ, what do you mean by data? ഒരു വൺ വേർഡിൽ എഴുതാൻ പറഞ്ഞത് എന്താണ്, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ദാറ്റ് ഈസ് ഡാറ്റ. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ദാറ്റ് ഈസ് ഡാറ്റ. ബട്ട് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഞാൻ ഇൻഫർമേഷൻ്റെ വേറൊരു എക്സാമ്പിളാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇതെന്താണ്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഈ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം നമ്മൾ ഈ വെറുതെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൽ ചുമ്മാ അനിത മോഹൻ, ഒരു നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫീമെയിൽ, ഇങ്ങനെ മാത്രം എഴുതുകയാണെങ്കിൽ നമുക്കൊരു ക്ലിയർ ഐഡിയ മനസ്സിലാവില്ല അല്ലേ, എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നു. ബട്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, നമ്മളതിനെ ഇത്ര മാത്രം എഴുതുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പറയുമായിരുന്നു
അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല അല്ലേ. ഇതിനെ നമ്മൾ പറയുന്നത് യു ഹാവ് നോ ഐഡിയ, ദാറ്റ് ഈസ് നോൺ ആസ് ഡാറ്റ. എന്നാൽ ഇതിന് പകരം നമ്മൾ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയായിരുന്നു നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, അപ്പോൾ ആ കുട്ടിയുടെ പേര് എഴുതി നെയിം ഇൻ റീജിയണൽ ലാംഗ്വേജ്. സോ അങ്ങനെ നമ്മൾ എന്താണ് ഓരോന്നിനെയും ഡാറ്റയെ നമ്മൾ മീനിങ് ഫുൾ വേയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ നമ്മൾ ഡാറ്റയിൽ സം ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിരിക്കുന്നു. സോ വി ഗോട്ട് ഇൻഫർമേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ സ്ലൈഡിനെ ഒന്നും കൂടെ മനസ്സിലാക്കാനായിട്ടൊരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡാറ്റ ഈസ് ലൈക്ക് എ റോ മെറ്റീരിയൽ. ഡാറ്റ എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയലിന് സിമിലർ ആണ്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സപ്പോസ് നമുക്ക് ഒരു ഷർട്ട് തുന്നണമെന്ന് വിചാരിക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഷർട്ട് തുന്നണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണം? ക്ലോത്ത് ആവശ്യമുണ്ട് അല്ലേ. ഈ ക്ലോത്താണ് റോ മെറ്റീരിയൽ. ഡാറ്റ എന്ന് പറയുന്നതാണ് ആ ക്ലോത്തിന് സെയിം ആണ്, ദാറ്റ് ഈസ് ഒരു റോ മെറ്റീരിയലിന് സിമിലർ ആണ്. ഈ റോ മെറ്റീരിയലിൽ നമ്മൾ ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഇപ്പോൾ ഷർട്ടിൻ്റെ കേസിലാണെങ്കിൽ ആ ഷർട്ടിൽ നമ്മൾ തുന്നലൊക്കെ ആ ക്ലോത്തിൽ നമ്മൾ കുറേ തുന്നലൊക്കെ നടത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്കൊരു ഷർട്ടായിട്ട് കിട്ടുക. സോ ഷർട്ട് ഈസ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആസ് വെൽ ആസ് ഇൻഫർമേഷൻ ഈസ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, ബട്ട് ഡാറ്റ ഈസ് റോ മെറ്റീരിയൽ. Data is raw material, information is a finished product. Raw material നമ്മൾ some operations perform ചെയ്യുമ്പോൾ we got finished product, as well as ഡാറ്റയിൽ ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ we got information. Clear? Next we have a comparison study about data and information. ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിലൊരു കമ്പാരിസൺ സ്റ്റഡിയാണ് നമ്മൾ കാണുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാംസിന് ചോദിക്കാറുണ്ട്, ഈ ഒരു പോയിന്റ് ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഈ ഒരു പോയിന്റ് കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സോ നോക്കാം, ഡാറ്റ ഇൻഫർമേഷൻ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമുക്ക് അറിയുന്ന പോയിന്റ് ആണ് അല്ലേ. ഡാറ്റ ഈസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സും വേർഡ്സും ഒക്കെ കൂടിയ ഒന്നാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഈസ് പ്രോസസ്ഡ് ഡാറ്റ. ആ ഡാറ്റയിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് നേരത്തെ ഓൾറെഡി ഡിസ്കസ്ഡ്. It is similar to raw material. Information is similar to finished product. Okay. Data cannot be directly used. Data നമുക്ക് എന്താണ് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡാറ്റ ഹാസ് നോ മീനിങ്. സോ നമുക്ക് അതിനെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് information can be direct use. Information എന്താ ചെയ്യുന്നത്? That the information will be adds to the knowledgeലേക്ക് ആഡ് ചെയ്യുന്നു. That helps in taking decisions. ഈ ഒരു പോയിന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇൻഫർമേഷൻ, ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അറിവ്. ആ അറിവിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അത് നമുക്ക് എന്താണ്? ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇൻഫർമേഷൻ കിട്ടിയാൽ നമുക്ക് ഓൾറെഡി ഉള്ള നോളജിലേക്ക് നിങ്ങളത് ആഡ് ചെയ്യുന്നു. അത് നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ്? ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആസ് വെൽ ആസ് ഡാറ്റ ഡസ് നോട്ട് ഗീവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. മീനിങ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഹാസ് മീനിങ്ലെസ്. ഡാറ്റയ്ക്ക് മീനിങ് ഇല്ല. ഇറ്റ് ഈസ് മീനിങ്ലെസ് എന്നാണ് പറയുന്നത്. പ്രിസൈസ് ആൻഡ് ക്ലിയർ. ഡാറ്റ ഡസ് നോട്ട് ഗീവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. It is meaningless. But information, that is, it is clear and meaningful. Information എന്താണ്? ക്ലിയർ ആണ്, as well as it has some meaning. Okay. സോ ഈ പോയിന്റുകൾ പഠിക്കാൻ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നോട്ടിലേക്ക് അത് കോപ്പി ചെയ്യണം. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ, നോളജ്, ദെൻ ഒക്കെ പറഞ്ഞു, ഇൻഫർമേഷൻ ഒക്കെ പറഞ്ഞു അല്ലേ. സോ നമ്മൾ കണ്ടു ഡാറ്റയിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു. ദെൻ ഇൻഫർമേഷൻ ഓൾവേസ് ആഡ്സ് ടു ദ നോളജ്. ഇൻഫർമേഷൻ നമുക്ക് എന്താണ്? നോളജിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫർമേഷനെ നോളജിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഈ നോളജ് നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിനോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ എന്താണ്? ഈ രണ്ട് പോയിന്റ് നമുക്കൊരു നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് നിങ്ങളിപ്പോൾ 10th വരെ നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിച്ചവരാണ് അല്ലേ. അപ്പം നമുക്ക് എന്താണ്? നമ്മുടെ ഫിസിക്സ് ടീച്ചർ നിങ്ങൾക്കൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല നിങ്ങളെ പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. സംഭവിച്ചിട്ടുണ്ട് അല്ലേ. സോ അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ദാറ്റ്സ് എ ഇൻഫർമേഷൻ
യു ആർ അച്ചീവ്ഡ് കറൻ്റ്ലി അല്ലേ. ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കറൻ്റ്ലി അത് അച്ചീവ് ചെയ്തു. ആ ടീച്ചർ ഒരു ഫോർമുല പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കത് നിങ്ങൾക്കപ്പോൾ അവിടെ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അവിടെ അച്ചീവ് ചെയ്തു. ഇൻഫർമേഷൻ അച്ചീവ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്സ് ടീച്ചർ നിങ്ങളൊരു ഫോർമുല പഠിപ്പിക്കുന്നു. സോ നിങ്ങളൊരു ഇൻഫർമേഷൻ ആ ടൈമിൽ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുള്ള നിങ്ങളുടെ കൺസെപ്റ്റുകൾ, നിങ്ങളുടെ ഫിസിക്സിൻ്റെ അറിവിലേക്ക് നിങ്ങൾ ഈ ഒരു പുതിയ പോയിന്റും കൂടെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷനെ നിങ്ങളുടെ നോളജിൻ്റെ കൂടെ വീണ്ടും ചേർത്ത് വയ്ക്കുന്നു. ഒരു പുതിയ ഇക്വേഷൻ പഠിച്ചാൽ അത് നമ്മുടെ അറിവിലേക്ക് വീണ്ടും വയ്ക്കും അല്ലെ. കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് എന്താണ് പിന്നീട് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഡിസിഷൻ മേക്കിങ്ങോ ഒക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് കിട്ടിയ ഈ ഒരു നോളജ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് മേ ബി നിങ്ങൾക്ക് പിറ്റേ ദിവസം ഫിസിക്സ് ടീച്ചർ എന്താണ് ചോദിക്കുകയാണ്, ഒരു പ്രോബ്ലം ഇട്ട് തരികയാണ്, നിങ്ങളോട് പറയാണ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എന്താണ് നമുക്ക് കിട്ടിയ നോളജ് നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് എന്താണ് ചില സമയങ്ങളിൽ നമുക്ക് കിട്ടിയ 1-2 നോളജുകളെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു പുതിയൊരു കാര്യം കണ്ടെത്താൻ സാധിക്കും. അതാണ് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയാണ് ഇന്ന് എന്താണ് ഇപ്പം ഇങ്ങനെ നമുക്കിപ്പോൾ കാലാവസ്ഥയുടെ ഇതൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. ഇന്ന് മഴ പെയ്യും, നാളെ മഴ പെയ്യും എന്നൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കേൾക്കുകയാണ് എന്താണ് നമുക്ക് റേഡിയോയിൽ കേൾക്കുകയാണ് ഇന്ന് മഴ പെയ്യും എന്ന് നമ്മൾ കേട്ടു. അങ്ങനെ കേട്ടു. ആ സമയം നമുക്ക് എന്താണ് മഴ പെയ്യും എന്ന് കേട്ടു. അത് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷനെ നമ്മുടെ നോളജിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. സെയിം ടൈം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്താണ് എൻ്റെ ബാഗിൽ കുടയില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മളത് എന്താ അതും നമ്മുടെ കയ്യിലുള്ള വേറൊരു ഇൻഫർമേഷനാണ് അല്ലേ, എൻ്റെ ബാഗിൽ കുടയില്ല. അപ്പം നമ്മുടെ കയ്യിൽ 2 ഇൻഫർമേഷൻസ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ മൈൻഡിൽ കൂടെ പോയി. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നടക്കുന്ന കാര്യമാണ്. എന്താണ് ഇന്ന് മഴ പെയ്യുന്ന കേട്ടപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് ഇന്ന് എനിക്ക് പുറത്ത് പോകണം, പക്ഷേ എൻ്റെ ബാഗിൽ കുടയില്ല. 2 ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയപ്പോൾ നമ്മുടെ മൈൻഡ് ഓൾറെഡി നമ്മളോട് പറയുന്നതാണ് ഇന്ന് മഴ പെയ്യും, നിൻ്റെ ബാഗിൽ കുടയില്ല, നീ വേഗം കുട എടുത്തു വെച്ചോ. അപ്പോൾ ഈ 2 ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ ഡിറൈവ് ചെയ്യാണ് ചെയ്തത്. നമുക്ക് 2 ഇൻഫർമേഷൻസ് ഇൻപുട്ടായിട്ട് വന്നു. സോ നമുക്ക് എന്താണ് ആ ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ ഡിറൈവ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ഇൻഫറൻസ്. ഇത് അത്ര കണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നോക്കൂ, ഡാറ്റയിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി, ഈ ഇൻഫർമേഷൻ നോളജിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ നോളജ് ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ. നോളജ് ഇൻ്റലിജൻസ് ഒക്കെ പറയുന്നത് ഭയങ്കര വലിയ സംഭവങ്ങളാണ്. അപ്പോൾ ഈ നോളജ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മുടെ കയ്യിലുള്ള നോളജിലേക്ക് ഇത് ആഡായി പുതിയ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഓൾറെഡി കിട്ടിയ ഇൻഫർമേഷൻസിനെ നമുക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് പുതിയൊരു ഇൻഫർമേഷനെ ഫോം ചെയ്യാൻ സാധിക്കും. അതിനെ പറയുന്ന പേരാണ് എന്ത് ഇൻഫറൻസ്. ഓൾറെഡി ഇപ്പം ഞാൻ പറഞ്ഞ ഈ സിമ്പിൾ എക്സാമ്പിൾ ഒന്ന് മനസ്സിലാലോചിക്കുക. മഴ പെയ്യുന്ന റേഡിയോയിൽ കേട്ടു, അപ്പോൾ തന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് ഇൻപുട്ടായി പോയി. അപ്പോൾ തന്നെ നമ്മളും ആലോചിക്കണം എന്താണ് എൻ്റെ കയ്യിൽ കുടയില്ലല്ലോ. സോ അതും ഒരു ഇൻപുട്ടാണ്. സോ നമ്മുടെ മൈൻഡ് തിരിച്ച് നമ്മളോട് പറയുക എന്താണ് മഴ പെയ്യും, കുടയില്ല, നീ വേഗം കുടയെടുത്ത് ബാഗിലേക്ക് വെച്ചോ. അതെന്താണ് ഇൻഫറൻസ് ആണ്. 2 ഇൻഫർമേഷൻസിനെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷനാണ് എന്താണ് ഇൻഫറൻസ്. അത് നമ്മുടെ മൈൻഡ് ചെയ്തതാണ്, നമ്മുടെ ബ്രെയിൻ ചെയ്തതാണ്. 2 നോളജിനെ കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് ഇൻഫറൻസ്. ഈ ഇൻഫറൻസ് ആർക്കേ ഉണ്ടാവുള്ളൂ, ഇൻ്റലിജൻസ് ഉള്ളവർക്കേ ഈ ഇൻഫറൻസ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കര നോബിളാണ് അല്ലേ, നമുക്ക് കുറച്ച് ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ട്. ഇൻ്റലിജൻസ് ഉള്ളവർക്ക് ആർക്കും എന്തുള്ളൂ ഈ ഇൻഫറൻസ് ഫോം ചെയ്യാനുള്ള കഴിവുള്ളൂ. ഓക്കെ, ഒരു സാധാരണ ഒരു പൂച്ചയ്ക്കോ പട്ടിക്കോ ചിലപ്പോൾ ഇത്രയും കണ്ട് ഇൻഫറൻസുകൾ വരില്ല. അപ്പോൾ ഇന്നത്തെ മോഡേൺ വേൾഡിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്. അതായത് തിങ്കിങ് മെഷീൻസ്, സെൽഫ് ലേണിംഗ് കൈപ്പബിലിറ്റി ഉള്ള മെഷീൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള റിസർച്ചുകളാണ് നടക്കുന്നത്. അപ്പോൾ അത് നടക്കണമെങ്കിൽ അവിടെ നടക്കണം, നമുക്ക് തിങ്ക് ചെയ്യാനായിട്ടും സെൽഫ് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്ന കമ്പ്യൂട്ടർ മെഷീൻസ് ഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ളൊരു ചുവടുവെപ്പുകളാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അതൊരു റിസർച്ച് ടോപ്പിക് തന്നെയാണ്. അതിലേക്ക് കൂടുതൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാനൊന്ന് കോയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ മെയിൻ ടോപ്പിക്ക് നമ്മളിപ്പോഴും ഫണ്ടമെൻ്റൽ കാര്യത്തിലാണ് നിൽക്കുന്നത്. വാട്ട് ഈസ് ഡാറ്റ ആൻഡ് വാട്ട് ഈസ് ഇൻഫർമേഷൻ.
Okay, data is raw facts and figures. Information is processed data. It has meaning. Then information knowledge like add ചെയ്യാം. From knowledge we got intelligence. നോളജിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻ്റലിജൻസ് കിട്ടുക. ഒരു അറിവില്ലാത്ത ഒരാൾക്ക് അത്ര കണ്ട് ഇൻ്റലിജൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അയാൾക്ക് പാളിച്ചകൾ പറ്റും അല്ലേ? സോ നമുക്ക് നോക്കാം, ആ ഹയറാർക്കി ഒന്ന് നോക്കാം. the basic unit is data. ഡാറ്റയാണ് ബേസിക് യൂണിറ്റ്. ഡാറ്റയിൽ നമ്മൾ സം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ വി ഗോട്ട് ഇൻഫർമേഷൻ. ഫ്രം ഇൻഫർമേഷൻ വി ഗോട്ട് നോളജ്. ഫ്രം നോളജ് വി ക്യാൻ അക്വയർ ഇൻ്റലിജൻസ്. ഓക്കെ, ദിസ് ഈസ് ദ ഹയറാർക്കി. ഈ ഒരു ഹയറാർക്കി പ്രകാരമാണ് നമ്മുടെ മെഷീൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് എ അസൈൻമെൻറ്റ് വർക്ക് ഫോർ യു. അത്ര വലിയ അസൈൻമെൻറ്റ് വർക്ക് എന്നൊന്നും നിങ്ങളെ ഞാൻ പേടിപ്പിക്കണമെന്നില്ല, ചെറിയൊരു കുഞ്ഞ വർക്കാട്ടോ. നമ്മുടെ വീട്ടിൽ ടെലിഫോൺ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും അങ്ങനെ ഏതെങ്കിലും ബില്ലുകളൊക്കെ ഉണ്ടാക്കും അല്ലേ? ഒരു പഴയ ബില്ലെടുക്കുക, എന്നിട്ട് അതിനകത്ത് ഡാറ്റ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതെങ്ങനെയാണ് അവരത് ഇൻഫർമേഷൻ ആക്കി മാറ്റിയെന്ന് നോക്കുക. ഓക്കെ, അതേപോലെ തന്നെയാണ് അടുത്തത് പറയുന്നത്. എന്താണ്? ഇത് പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമല്ലേ, അപ്പോൾ അവിടെ നിന്ന് അവരൊരു ബില്ല് തരും. ആ ബില്ലിൽ നിന്ന് ഡാറ്റയും ഇൻഫർമേഷനും കണ്ടെത്തുക. ഇതുപോലെ നമ്മുടെ റിയൽ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ കണ്ടെത്തി അതിനെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് യുവർ അസൈൻമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ അസൈൻമെൻറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നാളെ ടീച്ചർക്ക് ഇത് എങ്ങനെ കാണിക്കാം എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, നിങ്ങളത് ചെയ്ത് നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ടീച്ചറെ കാണിക്കേണ്ട അസൈൻമെൻറ്റുകൾ ടീച്ചർ പറയാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്കത് മനസ്സിലാക്കണം. ഒരു ടെലിഫോൺ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫോട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ പഠിക്കാം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ബില്ലൊക്കെ ഉണ്ടായിരിക്കും, ആ ബില്ലെടുത്തിട്ട് അത് ഡാറ്റ ഏതാണ്, ഇൻഫർമേഷൻ ഏതാണ്, എങ്ങനെയാണ് അത് ഇൻഫർമേഷൻ, ഡാറ്റ എങ്ങനെയാണ് ഇൻഫർമേഷൻ ആക്കിയത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്ന് നിർത്താം. ഞാൻ വിചാരിക്കുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലോ എന്നെ കോൺടാക്ട് ചെയ്തോ നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.